യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രചാരണം അവാസ്തവമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വധശിക്ഷ റദ്ദാക്കിയെന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ വസ്തുതകൾ പുറത്തായതിനു പിന്നാലെ പോസ്റ്റ് നീക്കം ചെയ്തു. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തകൾ തെറ്റാണെന്ന് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഹത്താഹ് മദിയും വ്യക്തമാക്കി. സനയിൽ ചേർന്ന ഉന്നതതല യോഗം താൽക്കാലികമായി നിർത്തിവെച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കിയെന്നായിരുന്നു ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിന് പിന്നാലെ കാന്തപുരത്തിന്റെ ഓഫീസ് വധശിക്ഷ റദ്ദാക്കിയെന്ന പോസ്റ്റും ഡിലീറ്റ് ചെയ്തു. സഹോദരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തകൾ തെറ്റാണെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയും വ്യക്തമാക്കി. എത്ര കാത്തിരിക്കേണ്ടി വന്നാലും ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ടെന്നും അബ്ദുൽ ഫത്താഹ് സൂചിപ്പിച്ചിരുന്നു. ദിയാദനം നൽകാമെന്ന നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ വാഗ്ദാനവും തലാൽ കുടുംബം നിരസിച്ചതാണ്. അതേസമയം നയതന്ത്ര ബന്ധങ്ങളില്ലെങ്കിൽ കൂടിയും സൗഹൃദ രാഷ്ട്രങ്ങൾ വഴിയും ഗോത്രവർഗ നേതാക്കൾ വഴിയും ഭാരതം നിമിഷപ്രിയയുടെ മോചനത്തിനായി പരമാവധി ശ്രമിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത്തരം ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും കാന്തപുരം AP അബൂബക്കർ ഇത്തരത്തിൽ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാഷ്ട്രീയ ലാഭം മാത്രമാണെന്ന് വ്യക്തം. ജനം, ഡൽഹി.